മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുമായി കരാർ ഏർപ്പെടാൻ CMRLനെയോ മറ്റ് ഏതെങ്കിലും സ്ഥാപനത്തെയോ താൻ സ്വാധീനിക്കുകയോ സഹായിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CMRLൽ നിന്നും മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിന്മേൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹർജി ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയ ആക്രമണമാണെന്നും പൊതുതാൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരള തീരത്ത് ചരക്ക് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. കപ്പലിലെ തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. കപ്പലിലുണ്ടായിരുന്ന 22 പേരിൽ 18 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. കൊടുവള്ളി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ പിറന്നാൾ ആഘോഷം വിവാദത്തിൽ. ഇൻസ്പെക്ടർ KP അഭിലാഷിന്റെ പിറന്നാളിന് പോലീസ് സ്റ്റേഷനിലെത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കേക്ക് മുറിച്ചിരുന്നു. ഇതിന്റെ വീഡിയോ പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത്. മെയ് 30 നടന്ന ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ജന്മദിനാഘോഷത്തിന്റെ വീഡിയോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്ന തലക്കെട്ടോടു കൂടിയാണ് റീൽസ് പങ്കുവച്ചത്. ഹൈസ്കൂളിലെ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടിയത് അടുത്ത ആഴ്ച മുതൽ നടപ്പിൽ വരും. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ടൈം ടേബിൾ പുനഃക്രമീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ഇന്ത്യയിൽ കോവിഡിന്റെ പുതിയ വകഭേദം വ്യാപിക്കുന്നു. XFG എന്നാണ് പുതിയ വകഭേദത്തിന്റെ പേര്. ഇതുവരെ 163 പേരിലാണ് ഈ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 769 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇന്ത്യയിൽ സജീവമായ കോവിഡ് കേസുകളുടെ എണ്ണം 6000 കടന്നു.